ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യണത്. കാരണം ഞാൻ ഒന്നും എടുത്തില്ല, ജസ്റ്റ് റാൻഡം ക്ലിപ്സ് മാത്രം എടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. സോ വെൽക്കം ടു മൈ മൂകാംബിക വ്ലോഗ്. ഗായ്സ്, നമ്മളപ്പോൾ മൂകാംബികയിൽ പോവാണ്. മൂകാംബികയിൽ നമ്മൾ എന്തിനാ പോണേ? അമ്പലത്തിൽ. ഹായ് ദേവി, വന്ദേ ഭവൻ. ഞാൻ വേറെന്ന് പറയാൻ വന്നത്. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണത് ബൈന്ദൂരാണ്, മൂകാംബിക സ്റ്റേഷനിൽ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഇവൻ്റെ അനിയത്തിനെ എഴുത്തിനിരുത്താനാണ്. ചോറൂണല്ലേ ഇവൻ്റെ അനിയത്തിനെ മാത്രമല്ല, നമ്മൾ ഇവനെയും എഴുത്തിനിരുത്തുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. ഇപ്പോൾ 1:45 നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ആലുവയിൽ നിൽക്കണേ. ഞങ്ങൾ ബോറടിച്ചപ്പോൾ ഞങ്ങളത് ഇങ്ങ് അറ്റം വരെ വന്ന് നടന്ന് ഇനി ഞങ്ങൾ തിരിച്ച് നടക്കാൻ പോവാണ്. ഞങ്ങൾക്ക് കുറേ നടക്കാണ്ട് 5-ലാണ് ഞങ്ങളുടെ കോച്ച് പൊസിഷൻ. അപ്പോൾ ബൈ. നമ്മളെവിടെ പോവാ? കുഞ്ഞുലി തമ്പായിനെ തൊഴാൻ പോകണം അല്ലേ? കുഞ്ഞുലിനെ എഴുത്തിനിരുത്താൻ പോവല്ലേ? പോയിട്ട് വരാന്ന് പറ. നമ്മളെങ്ങനെ പോണേ? ട്രെയിനിന്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ മഡ്ഗാവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത്. നമ്മൾ ആലുവ സ്റ്റേഷനിൽ നിന്നാണ് ബോർഡ് ചെയ്തത്. ട്രെയിൻ ഒരു ഫ്യൂ മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു, ബട്ട് ഫൈൻ. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ട്രെയിൻ ജേണിയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ തന്നെയായിരുന്നു ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തത്. ലാസ്റ്റ് മിനിറ്റ് ഒരു 3 ടിക്കറ്റ്സ് ക്യാൻസൽ ചെയ്തു. എന്നാലും എല്ലാം ഭംഗിയായിട്ട് തന്നെ വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പേടിയുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച്. ആലുവ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 2 മിനിറ്റ്സ് ഒക്കെ നിർത്തുള്ളൂ. അപ്പോൾ ലഗേജും ഉണ്ട്, പ്രായമായവരും ഉണ്ട്. അപ്പം നമുക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും എന്ന്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ട്രെയിൻ കയറി കഴിഞ്ഞ് എല്ലാം നമുക്ക് അടുത്തടുത്ത സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. അങ്ങോട്ട് പോയപ്പം കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ തിന്നാൻ തുടങ്ങി. പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. പകൽ സമയം ആയതുകൊണ്ട് പിന്നെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നു. കുറച്ച് ക്ലിപ്സ്. അത് കഴിഞ്ഞ് നമ്മളിത് ഭാരതപ്പുഴ ക്രോസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ അടിപൊളി വ്യൂസ് ആയിരുന്നു. ഭയങ്കര പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു. എനിക്ക് ഈ രമണീയത കണ്ടതിന് ഭ്രാന്താവും. അപ്പോൾ ഞാനിങ്ങനെ കുറേ ക്ലിപ്സ് എടുത്തു. അങ്ങനെ നമ്മളൊരു ഈവനിങ് എനിക്ക് തോന്നുന്നു 6-6:30 ഒക്കെ ആയപ്പോഴാണ് കോഴിക്കോട് എത്തിയെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ, ഉടുപ്പി, ബൈന്ദൂർ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ. ബൈന്ദൂരൊക്കെ എപ്പോഴും കുറച്ച് പേരൊക്കെ ഉറങ്ങി തുടങ്ങി. പിന്നെ ബൈന്ദൂർ നമ്മൾ ഇറങ്ങിയത് രാത്രി 12:15 അപ്പോൾ കാസർഗോഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഫുഡ് പൊതിച്ചോറ് എല്ലാവരും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞൂലി അമ്മയും കൂടെ കുപ്പി വെച്ച് കളിക്കുന്നതാണ് കാണുന്നത്. കുഞ്ഞൂലി എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ മോളാണ്. സോ അവളുടെ അമ്മായിയാണ് ഞാൻ. കുഞ്ഞൂലിനെ എഴുത്തിനിരുത്താൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കുഞ്ഞൂലിനെ എഴുത്തിനിരുത്തുന്ന കൂട്ടത്തിൽ നമ്മൾ കുറേ പേരും കൂടെ വിദ്യാരംഭം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാസർഗോഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും പയ്യെ പൊതിച്ചോറ് കുടിച്ചു തുടങ്ങി. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ നമുക്ക് അടുത്തടുത്ത് സീറ്റ്സ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റി. അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ച് പിന്നെ ലാസ്റ്റ് ഇറങ്ങണേൻ്റെ കുറച്ച് സമയമായപ്പോഴേക്കും നമ്മുടെ കളി തുടങ്ങി. അർജൻറ്റീന ഓസ്ട്രിയ ആണെന്ന് തോന്നണു, എനിക്ക് ഓർമ്മയില്ല. കളി തുടങ്ങി. അപ്പോഴേക്കും റേഞ്ചൊന്നും കിട്ടുന്നുണ്ടായില്ല. എന്നാലും ഏതെങ്കിലുമൊക്കെ ഫോണിൽ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇത് കാണാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ പെനാൽറ്റി കിട്ടി. പെനാൽറ്റി മിസ്സായി. പെനാൽറ്റി എടുത്തതാണ് കണ്ടത്, പക്ഷെ ഇത് മിസ്സായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ ലോങ് മറ്റേ പോർട്രേറ്റിൽ എടുത്തത്. അതൊക്കെയാണ് ഞാനിങ്ങനെ എടുത്തത്, ക്രോപ്പ് ചെയ്തെടുത്തതാണ്. ഞാൻ വ്ലോഗ് എടുക്കാനായിട്ട് അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചങ്ങ് എടുത്തതാണ്. പിന്നെ ഇടയിൽ അർജൻറ്റീന ഗോൾ അടിച്ചു. ട്രെയിനിൽ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു നമ്മുടെ ഫാമിലി, ഗോൾ അടിച്ചതിൻ്റെ ഒച്ചപ്പാട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ ലാസ്റ്റ് ബൈന്ദൂർ ഇപ്പം എത്തൂട്ടാ. ബൈന്ദൂർ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊടിമഴ. അങ്ങനെ മഴയൊക്കെ കൊണ്ട് ഒരു ഭയങ്കര ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്.
അവിടെ നമ്മൾ ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ട്രാവലർ. അപ്പോൾ ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ എന്തുകൊണ്ട് മൂകാംബിക ടെമ്പിളിലേക്ക്. അപ്പോൾ മൂകാംബിക ആർച്ചെടുക്കാൻ വേണ്ടി ഞാൻ ട്രാവലറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടെടുത്ത ആർച്ചാണിത്. അങ്ങനെ നമ്മൾ രാത്രി 1 മണിയോടുകൂടി ചെക്ക് ഇൻ ചെയ്തു. രാവിലെ ഒരു 7 മണി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയായിരുന്നു. നേരെ തന്നെ നമ്മൾ എഴുത്തിനെടുത്താനാണ് പോയത്. അപ്പോൾ കുഞ്ഞുലിൻ്റെ കൂടെ കുഞ്ഞുലിയുടെ 2 ചേട്ടന്മാർ, ഞാൻ, പിന്നെ ഞങ്ങളുടെ കസിൻ ബ്രദറും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് എഴുത്തിന് ഇരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ. नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा अविद्या मूलनाशिन्यै. മഞ്ഞൾ കയ്യിൽ പിടിക്കണോ? ആ പറഞ്ഞ പോലെ എഴുതിക്കണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ശരിയായിട്ട് എഴുതിക്കണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. എനിക്ക് ആക്ച്വലി അറിയുന്നുണ്ടായിരുന്നില്ല കൊല്ലൂർ മൂകാംബികയിൽ ഇങ്ങനെ വലിയവർക്കും വിദ്യാരംഭത്തിന് വേണ്ടി ഇരിക്കാമെന്ന്. ചേച്ചി പറഞ്ഞു കുഞ്ഞാപ്പിയും കുഞ്ഞുണ്ണിയും ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചത്, നീ ഇരിക്കുന്നുണ്ടോയെന്ന്. അപ്പം ഞാൻ ഓർത്ത് നോക്കിയേ വൈനോട്ട് എന്നായിരിക്കാം എന്ന് വിചാരിച്ചു. ഞാനിരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വേഗം എൻ്റെ ചേട്ടനും എടുത്തു. ആദ്യം എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ അച്ഛൻ കൈ പിടിച്ച് എഴുതിക്കണം. അപ്പോൾ ആദ്യം ഓം ഹരിശ്രീ ഗണപതായ നമഃ എഴുതിയിട്ട് പിന്നെ ആ ഇ അങ്ങനെ എല്ലാം ആൽഫബറ്റ്സും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി. അത് കഴിഞ്ഞ് എന്നോട് ഇലക്ട്രോണിക്സ് ബിടെക്കിൽ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു. എന്നോട് പഠിച്ച സബ്ജക്റ്റ് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എന്താ പഠിച്ചതെന്ന്. ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്നതാണ്. ഞാൻ സബ്ജക്ട്സ് പോലും മറന്നുപോയി. പിന്നെ ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അവൾ കുഞ്ഞൂലി തകർത്ത് എഴുതുന്നുണ്ട്. ലാസ്റ്റ് ചേട്ടൻ്റെ നിന്ന് കൈയൊക്കെ തട്ടി മാറ്റി അവൾ തന്നെ എഴുതുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യൂവിൽ കയറി തൊഴാനായിട്ട്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മോഡറേറ്റ് തിരക്കായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് സമയം എടുത്തു. 12 മണിയായി നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ. കാരണം ഇടയ്ക്കിടയ്ക്ക് നട അടയ്ക്കുന്നുണ്ടായിരുന്നു. നമുക്കവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും അറിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ വിഗ്രഹമായിട്ട് വലം വെക്കുന്നുണ്ട്. എനിക്ക് എന്താ ഇതിനെ പറയണ്ടതെന്നും അറിയില്ല. അപ്പോൾ അത് 3 തവണ വലം വെക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നട അടയ്ക്കുന്ന ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുമായിരുന്നു. അങ്ങനെ 12 മണി തൊഴുതിറങ്ങി. ഇതെൻ്റെ തൊഴുത് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പട്ടി ഷോ ആണ്. ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ചാണ് ഞങ്ങൾ കഴിച്ചത്. ഇവിടെ ഫുള്ള് കേരള ഹോട്ടൽസാണ്, കാരണം ഫുള്ള് മലയാളികളാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് കഴിക്കാൻ പോവാണ്. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. ഞങ്ങൾ മിക്കവരും മസാല ദോശ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അമ്മയൊക്കെ മീൽസ് പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ കേരള റൈസും കുത്തിരിച്ചോറും വെള്ളരിച്ചോറും ഒക്കെ അവിടെ കിട്ടും. അതാണ് നമ്മൾ സ്റ്റേ ചെയ്യണം. അവിടെ നിന്നുള്ള വ്യൂ ഫുൾ കോടയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കുടജാദ്രിക്ക് പോവാണ്. ഞങ്ങളെല്ലാവരും പോയിട്ടൊന്നുമില്ല. ഞങ്ങളൊരു 8-9 പേര്, കുഞ്ഞുണ്ണീനെയും ചേർത്ത് 9 പേരാണ്. കുഞ്ഞുണ്ണിക്ക് ടിക്കറ്റില്ല. അപ്പോൾ ഞങ്ങൾ 9 പേരും കൂടെ ഒരു ജീപ്പ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരാൾക്ക് 500 സംതിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ഈ കുടജാദ്രിയുടെ അങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് വേണം ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ, ഈ ഓഫ് റോഡ് ട്രെക്കിങ്. ഇതാണ് നമ്മുടെ ഓഫ് റോഡ് ട്രെക്കിങ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഞാൻ അവീനെ എഴുത്തിനിരുത്താനായിട്ട് കൊല്ലൂർ പോയ സമയത്ത് ഞാനിന്ന് ചെറുതാണ്. എനിക്ക് 2 ലോണിലൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. ആ സമയത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതാണ്. എനിക്കിങ്ങനെ ബാലൻസിൻ്റെ പ്രശ്നവും ഛർദ്ദിക്കാൻ വരുന്ന പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് പോയപ്പോൾ തളർന്ന് കിടന്നതാണ്. അതുകൊണ്ട് മേളിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്നുള്ള ട്രെക്കിംഗ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ കിടക്കുന്നുണ്ട്. ഒരുപാടധികം ആലോചിച്ചതിന് ശേഷം മാത്രം ഞാൻ കുടജാദ്രി പോകണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ്
അത് ആ ഒരു കാര്യം എനിക്ക് മേളിലെത്തിക്കൊണ്ട് മാറിക്കിട്ടി. കാരണം എനിക്കറിയില്ല എന്ത് മാജിക്കാണ് നടന്നത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു, ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയവർക്ക് ആർക്കും തന്നെ അങ്ങോട്ട് പോയപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മേളിലെത്തിയിട്ട് കോടാന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ ഇത്രയധികം, അല്ലെങ്കിൽ ഞാനിവിടെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഇതിലൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഗ്യാപ്പ് റോഡും പിന്നെ മറ്റേ ഇലവീഴ പുഞ്ചിറയോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കാഴ്ചകളുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇന്നും പോയിട്ടില്ല. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിങ്ങനെ നിന്നിട്ട് മേഘങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എന്തൊക്കെയോ കിടന്ന് കാണിച്ച് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ എടുത്തേക്കുന്നത് ഇങ്ങനെ കുറേ നടക്കുന്ന വീഡിയോ എനിക്ക് ഡോക്യുമെൻറ്റ് ചെയ്യാൻ, എൻ്റെ മെമ്മറീസിലോട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചെന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ മൊമെൻറ്റിൽ ശരിക്കും ഞങ്ങൾ എന്താ പറയുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത്ര സൂപ്പറായിരുന്നു. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും കുടജാദ്രി. ആർക്കും ആണെങ്കിലും വരാം കുടജാദ്രിയിൽ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒട്ടും എക്സ്പെൻസീവ് അല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് നമ്മളിപ്പോൾ മൂകാംബികയിൽ പോകണം, മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ കുടജാദ്രി പോവാതെ വരുന്നത് വൻ നഷ്ടം തന്നെയാണ്. ഇതാണ് ശ്രീശങ്കരാചാര്യർ ധ്യാനം ചെയ്തത് എന്തുവാ സർവജ്ഞപീഠം. ഞാൻ മരുന്ന് കഴിച്ചിരുന്നത് പറഞ്ഞായിരുന്നല്ലോ ട്രക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ മരുന്നിൻ്റെ ഒരു സെഡേഷൻ എന്നോണം ഞാൻ നല്ലോണം കിടന്ന് മരിച്ചുറങ്ങി. ഞാൻ പിന്നെ ഒരു 9 മണിയായപ്പോൾ എണീറ്റത്. ഇവരെപ്പോഴേക്കും സന്ധ്യയ്ക്ക് അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്ന് ഞാനും അനിയനും റൂമിൽ തന്നെയായിരുന്നു. എന്നിട്ട് 9 മണിയായപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ പൊറോട്ടയും പനീർ ബട്ടർ മസാലയൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. മലപ്പുറത്ത് നടന്ന താത്തന്റെ പേരെന്താ? ഹലോ ഗായ്സ്, ഞങ്ങൾ സൗപർണികയിൽ കുളിക്കാൻ പോവാണ്. ആരൊക്കെ കുളിക്കുമെന്ന് കണ്ടറിയാ. ഞാൻ കുളിക്കൊന്നുമില്ല. കോട മഞ്ഞിൽ കോട കാണുന്നുണ്ടോ നിങ്ങൾ? ദിസ് ഈസ് ദ വേ ടു സൗപർണിക നദി. നദിയാണോ പുഴയാണോ? കോട ഉണ്ടോ ഇവിടെ? എങ്ക പാത്താലും കോട. അന്നപ്പാ എന്താണ് മൂകാംബികനെ പറ്റിയുള്ള അഭിപ്രായം? മൂകാംബിക ഉജ്ജിയാണ്, കൊടയാദ്രി ഉജ്ജിയാണ്, എല്ലാ ഉജ്ജിയാണ്. ഇത്തിരി മലയാളത്തിൽ എന്തെങ്കിലും? മലയാളത്തിൽ അങ്ങനെ പറയാനൊന്നുമില്ല. മനസ്സിലാകാം. ഇവിടെ ഇപ്പൊ പുഴ കാണുമ്പോ മനസ്സിലാക്കാൻ പറ്റും എന്താണ് മൂടുന്നത്. അതല്ല, ഇപ്പൊ കണ്ടത് വെച്ചുള്ളത് പറ. കണ്ടത് വെച്ചാല് എല്ലാം അടിപൊളിയാണ്. അടിപൊളിയാണ്. മുതലാണ് ഈ ട്രിപ്പ്. സൗപർണിക. ഇത് ഒരു ഗണപതി ടെമ്പിളാണ്. നമ്മൾ മൂകാംബികയിൽ പോണതിന് മുന്നേ ഈ ഗണപതി ടെമ്പിളിൽ തൊഴണം എന്നാണ് പറയണത്. ഞങ്ങൾ ഇന്നലെ ഈ ഗണപതി ടെമ്പിൾ മുഴുവൻ അവിടെ തപ്പി. പക്ഷെ ഇപ്പോഴാണ് അറിയണത് അത് ഇവിടെയാണ്, അവിടെയല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും ദോശയും പൂരിയും അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇത് എൻ്റെ അമ്മാവൻ്റെ നെയ് റോസ്റ്റ് വന്നു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും അമ്പലത്തിൽ തൊഴാനായിട്ട് പോയി. അതിനുശേഷം ഞാൻ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ മുരുടേശ്വരത്തോട്ട് വന്ന ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ പ്ലാനിൽ മുരുടേശ്വരം ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ആലോചിച്ചായിരുന്നു, പക്ഷെ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഓടിച്ച ഡ്രൈവർ ചേട്ടനോട് ചോദിച്ച് എത്ര സമയം എടുക്കും എന്നൊക്കെ നോക്കി നമ്മുടെ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് നമ്മൾ മുരുടേശ്വർ പ്ലാൻ ഓണാക്കി. ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഇൻ ദിസ് ട്രിപ്പ് എന്ന് ഞാൻ പറയും. കാരണം മുരുടേശ്വരം എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരുടെയും മൂടങ്ങോട് വേറെ ഇതായി. കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ തന്നെ ഒരു വൈബായിരുന്നു, എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മൂകാംബിക. അതായത് ഒരു ബീച്ച് സൈഡാണ് ഈ ഇത് വരുന്നത്. അപ്പം ബീച്ചിൽ നിന്നുള്ള കാറ്റും അല്ലെങ്കിൽ ആ ഒരു മഴക്കാറും പിന്നെ ഒച്ചയും അതും പിന്നെ ഇത്രയും വലിയ ബിൽഡിംഗ് കാണുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞതേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, തിരിച്ചതേ നമ്മൾ പോരുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് കുന്തപുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ തിരിച്ചുള്ള ട്രെയിന്. ആ ട്രെയിൻ നമുക്ക് കുറച്ച് പണി തന്നായിരുന്നു. രാത്രി 9:40 എത്തേണ്ട ട്രെയിന് വളരെ ലേറ്റായിട്ടാണ് എത്തിയത്. ഇതാണ് കുന്താപുര റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ റിട്ടേൺ ട്രെയിൻ ഇവിടെ നിന്നാണ്. ഞാനാണ് ട്രിപ്പിൻ്റെ ഓർഗനൈസറെല്ലാം, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്ക് റെയിൽവേ സ്റ്റേഷൻ കണ്ടൊന്നും മനസ്സിലാവില്ല. എൻക്വയറി പോയി ചോദിച്ചപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നു, അവർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും ഞങ്ങൾ പ്ലാറ്റ്ഫോം 1 നിൽക്കുകയാണ്. അപ്പുറത്ത് പ്ലാറ്റ്ഫോമൊന്നും പറയാനില്ല, വെറുതെ പുൽമേടാണ്. അപ്പോൾ ഒരു 11:15 ആയപ്പോഴാണ് നമ്മുടെ ട്രെയിൻ എത്തിയത്. ആകെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം അവർ തന്നെ ഒരു ഉറപ്പ് പറയുന്നുണ്ടായിരുന്നില്ല ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം 1 തന്നെ വെയിറ്റ് ചെയ്തു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് തിരിച്ചൊക്കെ ഇരുന്ന് ലാസ്റ്റ് നമ്മൾ ട്രെയിൻ ബോർഡ് ചെയ്തു. ഇതിപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ആയി, കാരണം എല്ലാവരും ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണേനോട് അടുത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നത്. അതുവരെ എല്ലാവരും വേറെ വേറെ സ്റ്റേഷനായിരുന്നു. ലാസ്റ്റ് ഡേ നമ്മുടെ ആലുവ പാലം എത്തി. എവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴും തിരിച്ച് ഈ ആലുവ പാലം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതാണ് നമ്മൾ തിരിച്ചു വന്ന ട്രെയിൻ. ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ച് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ചോറും മീൻകറിയും അതും ചാള കഴിക്കാൻ തോന്നുന്നു. ആൻഡ് ട്രെയിനിൽ വെച്ച് അച്ഛൻ, ഞാൻ പോലും പറയാണ്ട് അച്ഛൻ ചാള വിളിച്ച് ബുക്ക് ചെയ്തു. വീടെത്തിയപ്പോഴേക്കും ചാളയൊക്കെ എത്തി. അമ്മ നല്ല ചോറും മീൻകറിയൊക്കെ വെച്ച് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.